അങ്ങനെ 4 ദിവസത്തെ നമ്മുടെ ലീവൊക്കെ കഴിഞ്ഞ് സ്ഥിതിക്ക് ഇനിയിപ്പം ജോലിക്ക് പോകാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളിക്കവലയിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടുന്ന് ഇനിയിപ്പം കാഞ്ഞിരപ്പള്ളി കൂടിയോ അല്ലെങ്കിൽ മുണ്ടക്കയം വണ്ടി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നോക്കണം. അപ്പം ഇവിടുന്ന് ഒരുമാതിരിപ്പെട്ട സ്ഥലത്തേക്കൊക്കെ ചെയിൻ സർവീസ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈരാറ്റുപേട്ട അരിയത്തറപ്പള്ളിയാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരും വരുന്ന പള്ളിയൊക്കെയാണ്. അത്യാവശ്യം നല്ല ഫേമസ് പള്ളിയാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ബസ് കിട്ടിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ബസ്സാണ്. ഇതിപ്പം ഇനി കാഞ്ഞിരപ്പള്ളി ചെന്നിറങ്ങിയിട്ട് ഇനിയിപ്പം മുണ്ടക്കയം വണ്ടിക്കോ മുണ്ടക്കയത്തുനിന്നോ അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടുവാണെങ്കിൽ കുമ്പളിക്ക് നേരിട്ട് പോകാമെന്നൊക്കെ ഓർത്തിരിക്കുന്നു. വണ്ടിക്കകത്താണെങ്കിൽ ഞാനും കുറച്ച് അപ്പൂപ്പന്മാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡാണ് ഈരാറ്റുപേട്ട ടൗണിൽ. അത്യാവശ്യം എല്ലാ സ്ഥലത്തേക്കും തന്നെ ചെയിൻ സർവീസ് അവൈലബിൾ ആണ് ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ, കോയമ്പത്തൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായ ചെയിൻ സർവീസൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് കുമളി ബസ് കിട്ടി. അപ്പം നമ്മളിങ്ങനെ കയറ്റമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ്, വെയിലത്ത് കുളിച്ചൊരു തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുമളിയിലേക്ക് 2-2.5 കൊല്ലം നിന്നുകൊണ്ടാവാം ഇപ്പം വെയിലൊന്നും പണ്ടത്തെ പോലെ അങ്ങ് അടിച്ച് താങ്ങാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നിൽക്കുമായിരുന്നു വെയിലൊക്കെ കൊണ്ട്. ഇപ്പോഴാണെങ്കിൽ വെയിൽ കൊണ്ട് കഴിയുമ്പോഴേ കളറ് പോവുക, ക്ഷീണമാവുക, അങ്ങനെ 100 പ്രശ്നങ്ങളാണ്. അങ്ങനെ ഇങ്ങ് വന്ന വഴിക്കാണെങ്കിൽ അടുത്ത കാഴ്ചയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറയുടെ മേളിലൊക്കെ ആൾക്കാർ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലിങ്ങനെ മലയുടെ മേളിലൊക്കെ ഇങ്ങനെ കാട് കരിക്കുന്നതാണ്. അപ്പോൾ കാട് കരിച്ചതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് പുല്ലൊക്കെ മുളച്ച് വരുന്നുള്ളൂ. ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഉണ്ടായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ കാഴ്ചയൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞ് അടുത്തിരിക്കുന്നവർ വർത്താനമൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് 2 വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഏകദേശം ഇവിടെയൊക്കെ എത്തിയ സ്ഥിതിക്ക് ഏകദേശം കുറച്ച് കാലാവസ്ഥയൊക്കെ മാറാൻ തുടങ്ങി, കുറച്ച് തണുപ്പൊക്കെ ആയി, ഹാപ്പി ആവാൻ തുടങ്ങി, സന്തോഷമൊക്കെ വരാൻ തുടങ്ങി. എനിക്ക് ഈ യാത്രയിൽ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലാണ് AVTയുടെ നല്ല അടിപൊളി ലെവലായിട്ടുള്ള പ്ലാന്റേഷനുണ്ട് ടീയുടെ. പക്ഷേ ഇവിടെ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയാണ്. ഇപ്പോൾ AVT കുറച്ചൊക്കെ മാറ്റി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് എന്തായാലും കാണാൻ. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം, സന്തോഷമൊക്കെയാണ്. അപ്പോൾ ശരി, അടുത്ത വ്ളോഗിൽ കാണാം.